ഡിഫൻസീവ് ലൈനിൽ ഷെയ്ൻ ജെറിട്ടോ അവിടെയുണ്ട്. മിസ് പാസ്, മിസ്റ്റാച്ച്, അബ്ദുള്ള അവിടെ ചെറിയൊരു പുഷും പുള്ളും ഉണ്ട്. പക്ഷെ എന്തായാലും റഫറി മാച്ച് അങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. അബ്ദുള്ള കയറി വന്ന് ഒരു പ്ലേ മേക്ക് ചെയ്യാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് അജയ് അലക്സ്. ഇവന്റെ ഒരു സെൻട്രൽ ഡിഫൻഡർ ആയിട്ട് കൂടി. അബൂദിയുടെ കയ്യിലേക്ക് പന്ത് വരുന്നു. അബൂദി സ്റ്റിൽ, അബൂദി ലോങ് റൈറ്റ്, ഗോൾഡൻ ത്രെഡ്സിന്. സോ ഗോൾഡൻ അവസരത്തിൽ ആ ഒരു ഗോൾഡൻ മൊമെന്റുകളിൽ, ഗോൾഡൻ ഹവറിൽ ഒരു ഗോൾഡൻ ഗോളിന് വേണ്ടിയുള്ള മറ്റൊരു ലീഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ആൻഡ് കൃത്യമായി പെനാൽറ്റിയാണ്. അബൂദി ഒരു മാച്ച് വിന്നറായി മാറുകയാണ്. വീണ്ടും നോക്കുക, ഒരു അബ്ദുള്ള പെനാൽറ്റിക്കായുള്ള തയ്യാറെടുപ്പിൽ. മാച്ചിൽ 73-ാം മിനിറ്റ് ലീഡ് നേടിയെടുക്കാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അബ്ദുള്ള മനസ്സിലാക്കി, അദ്ദേഹം ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് നിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആ പന്തിനെ ലേ ഓഫ് ചെയ്ത് റെഗുലർ ടൈമിലെ അവസാന സെക്കൻഡുകളും അവസാനിച്ചു. കോർണർ ഇൻസൈഡിലേക്ക് ഹെഡർ ക്ലിയറൻസ് വെൽ ക്ലിയർഡ് അവേ. ഗോൾഡൻ ത്രെഡ്സിന്റെ കയ്യിലേക്ക് തന്നെയാണ് നേരെ റോൾ ചെയ്ത് വരുന്നത്. ത്രൂ പാസ് ആക്കി അതിനെ മാറ്റുന്നു ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക്. ഒരു നല്ല ബോളാണ് അബ്ദുള്ള ഇൻസൈഡിലേക്ക് ഒരിക്കൽ കൂടി 6 യാർഡ് ഏരിയക്ക് തൊട്ടടുത്ത് വളരെ കാഷ്വൽ ആയ ഒരു ഗെയിമിൽ നിന്നൊക്കെ വിട്ടുമാറി കുറെ കൂടി ഇന്റൻസിറ്റി ഉള്ള ഒരു ഗെയിമിലേക്ക് തന്നെയാണ് പോകുന്നത്. അബൂദി ഇതവണ പന്തുമായി പോവുകയാണ്. ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്ന് പെനാൽറ്റി ഏരിയയിലേക്ക് എൻക്രോച്ച്മെന്റ് ടച്ചിനെ നന്നായി ബ്ലോക്ക് ചെയ്യാൻ അവിടെ ഡിഫൻസീവ് ഏരിയയിൽ നിന്നിരുന്ന ആ പ്ലെയർക്ക് കൃത്യമായി കഴിഞ്ഞു. അവരുടെ താരങ്ങള് ശ്രീരാജ് പോലെയുള്ള താരങ്ങളൊക്കെ ഓൾറെഡി വെയിറ്റിംഗ് ആണ് ഫോർവേഡ് ലൈനിലേക്കും. അതുപോലെ തന്നെ മുന്നേറ്റ നിരയില് ഒഫൻസ് ഏരിയ കവർ ചെയ്യാനായി വരുന്ന താരങ്ങളായി അവര് ഓൾറെഡി മുന്നിട്ട് തന്നെ നിൽക്കുകയാണ്. ബെഞ്ചിൽ പോലും പെനാൽറ്റി ഏരിയയിലേക്കുള്ള എൻക്രോച്ച്മെന്റ്. വീണ്ടും ഗോൾഡൻ ത്രെഡ്സ് ഈസി പാസിനുള്ള ശ്രമത്തിനിടയിലാണ്. വീണ്ടും അബ്ദുള്ള കട്ട് ബാക്ക് പാസ് പുറകിലാണ്. പക്ഷേ ഫ്ലാങ്കിലേക്കുള്ള സ്വിച്ച് വിൻസും അബ്ദുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഗോൾ കീപ്പർ അൽകേഷ് രാജ്. ദിസ് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് മാൻ. സമയവും സാഹചര്യവും കണ്ടറിഞ്ഞ് കൃത്യമായി അൽകേഷ് മുന്നിലേക്ക് കയറി വരികയും ആ ഒരു പന്തിനെ ക്ലിയർ മറുപുറത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് പൊസിഷനിൽ വളരെ സ്ട്രോങ് ആയ ടീമുകൾ തന്നെയാണ് ആ ഒരു ഫസ്റ്റ് പൊസിഷന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പീറ്റൻസ് നടത്തുന്നത്. അബൂദിയിലേക്ക് ഒരിക്കൽ കൂടി പന്ത് വരുന്നു. അബൂദി വമ്പൻ ടീമുകളെയൊക്കെ തന്നെയും ഈ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞ, അതേപോലെ തന്നെ സൂപ്പർ 8 പരാജയപ്പെടുത്താൻ കഴിഞ്ഞ ഗോൾഡൻ ത്രെഡ്സ് ഇപ്പൊ പുറകിലേക്ക് നിൽക്കുകയാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് മിഡ്ഫീൽഡിലേക്ക് കയറി വന്ന് ഒരു പ്ലേ മേക്ക് ചെയ്യാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് അജയ് അലക്സ്. വഴങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് റിയൽ മലബാർ പോവുകയാണ്. വീണ്ടും അബ്ദുള്ള പെനാൽറ്റി ഏരിയക്ക് പുറത്തു നിന്ന് വളരെ ദൂരെ നിന്ന് എടുത്തൊരു ബോളുമായാണ് പോകുന്നത്. അബ്ദുള്ള സ്ക്വയർ ചെയ്യുന്നു ആ ഒരു പാസിനെ സെറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. വീണ്ടും ബാക്ക് ടു അബ്ദുള്ള. വിഷ്ണു അവിടെ വെയിറ്റിംഗ് ആണ്. ഒരിക്കൽ കൂടി പന്ത് ആകാശിലേക്ക് കൊടുക്കുന്നു. ആകാശ് ഫ്ലാങ്കിൽ മലബാർ അവിടെ നിന്ന് പന്ത് തിരിച്ചു പിടിക്കുന്നു ഹാഫ് സ്പേസിൽ നിന്ന്. റിക്കവറി ബോൾ അവിടെ ഗോൾഡൻ ത്രെഡ്സിന്റെ സൈഡിൽ നിന്ന് അബൂദിക്ക് പന്ത് അവിടെ ഡിഫൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പാനിക് ആവുന്ന കാര്യത്തിലും റിയൽ മലബാർ വളരെ അൺഫോർച്ചുനേറ്റ് ആയി മുന്നിൽ തന്നെയാണ്. അവര് താരങ്ങളുടെ ഓരോരുത്തരുടെയും ആ ഒരു ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡിഫൻസീവ് ഏരിയയിൽ അവർക്ക് കൃത്യമായ ഒരു ഓറിയന്റേഷൻ കൊണ്ടുവരാൻ കഴിയുന്നില്ല. മിഡ്ഫീൽഡിൽ പന്ത് റൊട്ടേറ്റ് ചെയ്യാൻ കൃത്യമായി കഴിയുന്നില്ല. അബൂദിയാണ് പന്തുമായി ഒരിക്കൽ കൂടി മുന്നിലേക്ക് പോകുന്നത്. 18 യാർഡ് ഏരിയക്കകത്ത് അബൂദി കേരള റിയൽ മലബാർ മാച്ചിലും 6 ഗോളുകളാണ് പിറന്നത്. ഈ ടീമുകളൊക്കെ തന്നെയുമുള്ള ബന്ധവും അത് തന്നെയാണ്. വീണ്ടും ഒരു വിജയത്തിന് ശേഷം വെൽ ഡിസർവ്ഡ് ആയ 2 ഗോളുകൾ സ്കോർ ചെയ്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു